ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഹന്ന. ഞാൻ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ +2 വിദ്യാർത്ഥിനിയാണ്. നമ്മൾ UPSC വരുമ്പം നമുക്ക് +1 ഉണ്ടാവും, +2 ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഹോസ്റ്റലാണെങ്കിൽ നമ്മൾ +1 നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെ ജീവിക്കും, നമ്മുടെ +2 നമ്മൾ ജൂനിയേഴ്സിൻ്റെ കൂടെ ജീവിക്കും. രണ്ടും അടിപൊളിയായിരിക്കും. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. നമ്മുടെ റൂമിൽ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും അങ്ങ് ഭാഗ്യമുണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ റൂമിലുണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ഡിഫറെൻറ്റ് വൈബ്സും അവരെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ശൈലിയും സംസാരമൊക്കെയാണ്. നമ്മളെല്ലാമായിട്ട് അഡാപ്റ്റ് ആവും. നമ്മൾ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് പഠിക്കുമ്പോൾ നമ്മുടെ പാരൻസിനോട് ഗ്രേറ്റ്ഫുളിനപ്പുറം നമുക്കൊരു ലവും ഒരു സിൻസിയാരിറ്റി ഒരു റെസ്പെക്ട്ഫുൾനെസ് ഒക്കെ തോന്നും. ബിക്കോസ് അവർ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് തന്നതിന് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും നമ്മുടെ ലൈഫിന്. അതായിരുന്നു യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സിമെന്റിന്റെ സ്റ്റീലിന്റെ ഒക്കെ അപ്പുറം എഫ് വാസ് ദ പില്ലർ ഓഫ് ദിസ് ഹോൾ കൺസ്ട്രക്ഷൻ. എഫ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. എഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടണം, എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവണം. ജസ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് ജോലിയൊന്നും ഇല്ലാതെ മക്കളെ മാത്രം നോക്കണ ആ അവസ്ഥയിലൊന്നും ആവരുത്. അതൊക്കെയായിരുന്നു എഫിന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തണം. വൺ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഇൻ ഹിസ് ഓർ ലൈഫ്, ഹർ ലൈഫ്, ആൻഡ് ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് ഫോർ ഹിസ് ഓർ ഹർ ഫാമിലി. ദാറ്റ് വാസ് ബേസിക്കലി ഹിസ് ഡ്രീം ആൻഡ് ഹിസ് ടീം. ഇവിടെ വന്ന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. യൂണിവേഴ്സിലാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഒരു 6-7 സാറന്മാരെ തരും. നമുക്ക് ഡിഫറെന്റ് ചാപ്റ്റേഴ്സും ഡിഫറെന്റ് സാറന്മാരായിരുന്നു എടുക്കുക. അപ്പൊ നമുക്ക് എല്ലാ സാറന്മാരെയും പരിചയപ്പെടാനും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. ഓരോ സാറന്മാരും എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിലും ഹൈ പീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ആൾക്കാരായിരുന്നു അവരെന്ന് പറഞ്ഞാൽ. ദേ ഓൾ ഹാഡ് ദർ എക്സലൻസ് അറ്റ് സ്പീക്ക് ആൻഡ് വി ആർ ഗെറ്റിംഗ് ക്ലാസ്സസ് ഫ്രം ദം ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ്. എഫ് ആണെങ്കിൽ നമുക്ക് കുറേ മോട്ടിവേഷൻ സെക്ഷൻസ് തരുമായിരുന്നു, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ പരിചയപ്പെടുത്തി തരുമായിരുന്നു. ഇവിടെ പഠിച്ച് അവിടെ പോയി പഠിക്കണ ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നു. അവരായിട്ട് ഇന്ററാക്ടിങ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 സെക്ഷൻസ് നടത്തുമായിരുന്നു. ഒന്നായിരുന്നു ഡോക്ടേഴ്സ് വിത്ത് ഫ്യൂച്ചർ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സ് വിത്ത് ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സും. രണ്ടും അടിപൊളിയായിരുന്നു. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനമായിരുന്നു അതെന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ സ്റ്റുഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് ഒരു ഹോസ്റ്റലർ ആവുന്നതാണ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ചിട്ടയായ ജീവിതം, എല്ലാ റെഗുലർ ടൈം കറക്റ്റ് ഇന്റർവൽ എല്ലാം നമുക്കിങ്ങനെ നടക്കും. നല്ല ഡിഫറെന്റ് ഫുഡ് നമുക്ക് എന്നും കിട്ടും. നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, നമുക്ക് അവരായിട്ട് അഡാപ്റ്റ് ആവാൻ പറ്റും. നല്ല വലിയ സ്റ്റഡികളുണ്ട്, നമുക്ക് ആരോട് വേണമെങ്കിലും ഡൗട്ട് കേൾക്കാൻ പറ്റും. എല്ലാവരും നല്ല വെരി നോ ടോക്സിസിറ്റി അറ്റ് ഓൾ ഇൻ ദ ഹോസ്റ്റൽ. വെരി അമേസിംഗ് ആയിരുന്നു. അതൊക്കെ യൂണിവേഴ്സിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എൻട്രൻസ് എക്സാം ആയാലും ബോർഡ് എക്സാം ആയാലും യൂണിവേഴ്സിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു നൽകുന്നത്. രണ്ടിന്റെയും കുറേ എക്സാംസ് നടത്തും. ആദ്യമൊക്കെ നമ്മൾ +1 ആവുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനും സ്ട്രെസ് ആയിരിക്കും, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ. പിന്നെ +2 ആകുമ്പോൾ പിന്നെ എന്നും എക്സാം ആവും. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്നും എക്സാം എഴുതും. നമ്മൾ അവസാനം എക്സാം എഴുതി അതിനൊരു മേജർ തന്നെ ആവുമായിരുന്നു. അങ്ങനെയായിരുന്നു യൂണിവേഴ്സിൽ എക്സാംസ്. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ള ഇവിടുത്തെ ലാബിനെ കുറിച്ചാണ്. ഇവിടുത്തെ ലാബ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്വർഗ്ഗമായിരുന്നു. കുറെ എല്ലാത്തിനും ഡിഫറെന്റ് ലാബ്സ്, എല്ലാവരും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ലാബ് എല്ലാവരും നേരത്തെ തീർത്ത് നമ്മളെ കൊണ്ട് നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവരോട് പറഞ്ഞാൽ അവർ നമുക്ക് വീണ്ടും അത് അറേഞ്ച് ചെയ്തൊക്കെ തരുമായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ സിസ്റ്റം. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് യങ്ങർ ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടുമ്പം ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ഓരോ വർഷം കഴിയുമ്പോഴും മികവുള്ള സ്റ്റുഡൻസ് ഇൻക്രീസ് ആയി വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഔട്ടായി പോകാൻ പാടില്ല. യൂണിവേഴ്സിലൊക്കെ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ നിങ്ങൾ ജീവിതത്തിലേക്ക് ഉന്നതിയിൽ എത്തത്തുള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. എൻ്റെ ജീവിതത്തിലായാലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയും അപ്പയായാലും ഞാനായാലും എടുത്ത ഏറ്റവും ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി വരാന്ന് പറയണം. എന്നെപ്പോലെ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് പഠിക്കാനും എല്ലാവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഹോസ്റ്റലിലൊക്കെ നിൽക്കാനും ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഓക്കെ, ഐ എം കൺക്ലൂഡിങ് മൈ സ്പീച്ച്. താങ്ക് യു.